ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ CSEB ലേണിംഗ് മലയാളം. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്ത് തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. ഈ മാസം ലാസ്റ്റാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, നമുക്ക് ഈ മാസം ലാസ്റ്റാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഈ എക്സാം വരാനുള്ള ഡേറ്റ് മേ ബി 3 മന്ത് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സെപ്റ്റംബർ മാസം ലാസ്റ്റോ ആദ്യമോ അതറിയാൻ കഴിയില്ല. അത് എന്തായാലും അവർ ഡേറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഇത് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഒരു 3 മന്ത് ടൈം എന്തായാലും കിട്ടും. ഒരു ബിഗിനറിന് 3 മന്ത് കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചിരിക്കും. 5 മാസം കൊണ്ട് പഠിച്ച് ജോലി കിട്ടിയവരും ഉണ്ട്, 6 വർഷമായിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാത്തവരും ഉണ്ട്. സോ നമ്മളത് നോക്കണ്ട. നമുക്ക് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക, നമ്മുടെ ലിസ്റ്റ് കിട്ടുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? റാങ്ക് ലിസ്റ്റ് കയറുക. ഓക്കെ, ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, GK, റീസണിങ്, കോപ്പറേഷൻ, ലോ, ബാങ്കിങ് ആൻഡ് അക്കൗണ്ടിങ്. ഇതിൽ ഇംഗ്ലീഷും GKയും റീസണിങ്ങും 30 മാർക്കിനാണ്. ബാക്കി 70 മാർക്കിനാണ് കോപ്പറേഷനും ലോയും ബാങ്കിങ്ങും അക്കൗണ്ടിങ്ങും. ഇപ്പം കട്ട് ഓഫ് എന്ന് പറയുന്നത് മേ ബി ഓരോ ബാങ്കിങ്ങിനും ഓരോന്നാണെന്ന് നമുക്കറിയാം. എന്നാലും നമുക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 75 എബോവ് വേണം. അപ്പോൾ നമുക്ക് 75 ഒരു നോർമലാണ്. അറ്റ്ലീസ്റ്റ് ഒരു 80 മാർക്കെങ്കിലും വേണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇംഗ്ലീഷും GKയും റീസണിങ്ങും കൂടെ നോക്കിയിട്ട് ഒരു 30 മാർക്കിനാണ് ടോട്ടൽ. ഇത് ഒരു 70 മാർക്കിന്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇംഗ്ലീഷും GKയും റീസണിങ്ങും കൂടെ എങ്ങനെയെങ്കിലും പഠിച്ച് ഒരു 25 മാർക്ക് വാങ്ങിക്കണം. അത് കണക്ക് ബാക്കിയുള്ള ഈ 4 സബ്ജക്റ്റിനും കൂടെ ചേർത്ത് ഒരു 55 മാർക്കെങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് 80 മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ 80 മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് ആയിരുന്നു സേഫായിട്ട് നമുക്ക് ഏതെങ്കിലും ലിസ്റ്റിൽ കയറാനും പറ്റുള്ളൂ. അങ്ങനെ കയറണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് എവിടെയാണ് നമ്മൾ വീക്ക്. അത് അറിയണമെങ്കിൽ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ദിവസം ഓരോരുത്തർക്കും ഓരോ ടൈമാണ്, അറിയാം, തിരക്ക് കാണും, പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി നിൽക്കുന്നവരും കാണും. സോ എത്ര തിരക്കെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനെങ്കിലും തിരക്കുള്ളവർ ചെയ്യുക. ബാക്കിയുള്ളവരാണെങ്കിൽ മാക്സിമം പറ്റാവുന്നത് 2, 3, 4 എത്രയാണെന്ന് വെച്ചാൽ അത്രയും അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കോപ്പറേഷനാണ്. കോപ്പറേഷന് പല റാങ്ക് ലിസ്റ്റിലും പേര് വരാൻ കാരണം തന്നെ കോപ്പറേഷനിൽ കൂടുതൽ മാർക്ക് കിട്ടിയവർക്കായിരിക്കും. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോപ്പറേഷനും ലോയും ആയിരിക്കും. കാരണം ലോ പൊതുവേ ഈ സെഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. സോ കോപ്പറേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ സെഷൻസും കുറച്ചായിട്ട് തീർത്താൽ മാത്രമേ നമുക്ക് തീരുള്ളൂ. 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നും അറിയില്ല. പക്ഷെ നമുക്ക് ശ്രമിക്കാം, നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഗവൺമെൻറ് ജോബ്, ഒരു സെക്യൂർ ജോബ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലിയെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഇത്രയും കാലം അവർ വളർത്തിയതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയൊക്കെ അവർക്ക് നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളിങ്ങനെ സക്സസ് ആയിട്ട് നമ്മളൊരു ജോലി കയറി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു അഭിമാനം തോന്നും. മറ്റുള്ളവർക്ക് എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോന് ജോലി കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർ അഭിമാനത്തോടെ പറയുമ്പം അവരുടെ സന്തോഷം അതല്ലേ നമുക്ക് എല്ലാത്തിനെയും കാര്യം ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് പഠിക്കാം, ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.